ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഞ്ഞി പോലെയുള്ള ഒരു വട്ടയപ്പമാണ്. ഒരു അടിപൊളി വട്ടയപ്പം. അത് എല്ലാവരും അരി കൊണ്ടുള്ള വട്ടയപ്പമാണല്ലോ ഉണ്ടാക്കുന്നത്. ഈ വട്ടയപ്പം ഒരു വട്ടം നിങ്ങൾ കഴിച്ചാൽ രണ്ടാമതും കഴിക്കും. പഞ്ചസാര ഇട്ട് കഴിക്കാൻ പറ്റാത്തവർക്കും ഇത് കഴിക്കാമല്ലോ. പഞ്ഞി പോലെയുള്ള ഒരു വട്ടയപ്പമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് കള്ളും ഈസ്റ്റും ഒന്നും ചേർത്തിട്ടില്ല. ഇതിൽ എന്താണ് ചേർത്തിരിക്കുന്നത് വെച്ചാൽ ഞാൻ ബോണസ് ടിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇത് വീർത്ത് വരുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൽ ഒഴിച്ച് ഇനി നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കാം. അതിൽ ശർക്കര നീരാണ് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. 3 ബെല്ലൻ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ശർക്കര നീര് നമ്മൾക്ക് കുറച്ച് ഇതിൽ ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. ഒരുവിധം മിക്സായി വരുന്നുണ്ട്. ഞാനിതിൽ ശർക്കര നീര് കൂട്ടിയാണ് മിക്സ് ചെയ്യുന്നത്. ഇതേ പരുവത്തിൽ നമ്മളാക്കിയെടുത്തു. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടപ്പ് വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പ് തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കിയുള്ള ശർക്കര നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ഇത് അടിച്ചെടുക്കാം. നല്ല പോലെ അടിച്ചെടുക്കാം. നമ്മുടെ ഇതെല്ലാം കൂടെ അടിച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ മിക്സാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മളെല്ലാം ഇതിൽ ഇട്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ചാനൽ പുതിയതാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് വന്നേ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. ഇത് നമ്മൾ കലക്കി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കലക്കി എല്ലാം റെഡിയാക്കി ഇനി അടപ്പ് വെച്ച് ഒരു 3 മണിക്കൂർ നേരം നമുക്കിത് വയ്ക്കാം. വെച്ച് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിയുമ്പോൾ നല്ല പോലെ മാവ് പൊങ്ങി വരും. അങ്ങനെ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് അതിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കൊടുക്കാം. അത് ചുവന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മുന്തിരിയും കൂടിയിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. ഇത് നല്ലൊരു ഫലപ്രദമായിട്ടുള്ള സ്മൂത്തിയാണ്. നിങ്ങളെല്ലാവരും ഇത് കാണണം. അങ്ങനെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ ചുവന്ന് നമ്മൾ അത് പാത്രത്തിലേക്ക് വെച്ചു. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ഇനി ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിൽ പുരട്ടി കൊടുക്കാം. പ്ലേറ്റിൽ ഇതേമാതിരി മാവ് നമുക്ക് ഇളക്കണ്ട, ഇങ്ങനെ മേലെ നിന്ന് തന്നെ നമുക്ക് പാത്രത്തിലേക്ക് കോരി ഒഴിക്കാം. നമ്മുടെ മാവ് ഇതേമാതിരി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കയ്യിലുകൊണ്ട് കോരി ഒഴിക്കാം. ഞാനിവിടെ ഒരു 6 കയ്യിൽ ഇതിൽ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറേശ്ശെ നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് അത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ മേലെ ഒരു അടപ്പ് വെച്ച് ഒരു പാത്രത്തിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ആവശ്യം പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ അടപ്പ് വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വേവിക്കും. 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ അപ്പം നല്ല രീതിയിൽ വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ വട്ടയപ്പം തുറക്കാൻ പോവുകയാണ്. തുറന്നു നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ വട്ടയപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതേമാതിരി ഒരു പ്ലം കേക്കിൻ്റെ ഒരു രൂപമായിട്ടാണ് നമ്മുടെ വട്ടയപ്പം.
നിങ്ങൾക്ക് തരാനുള്ള ബോണസ് ടിപ്പ് ഇതാണ്. ഞാനിതിൽ ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഞാനിതിൽ വെള്ളയപ്പത്തിൻ്റെ മാവാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് വീർത്ത് വരുവാൻ വേണ്ടിയിട്ട് കള്ള്, ഈസ്റ്റ് ഒന്നും ഞാനിവിടെ എടുത്തിട്ടില്ല. ഇതിൽ ഫൈബറും പ്രോട്ടീനും ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. ഒരു എനർജി ബൂസ്റ്ററും കൂടിയാണ്. ഇത് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ വട്ടയപ്പം റെഡിയായി കഴിഞ്ഞു. വട്ടയപ്പം നിങ്ങളുടെ ഫേവറേറ്റ് റെസിപ്പിയാണോ എങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.